ഡയറ്റ് എടുക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കാർബ്സ് മൊത്തമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ 40% നമുക്ക് കാർബ്സ് ആവശ്യമാണ്. പക്ഷെ കാർബ്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, എന്ത് സെലക്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ തന്നെ 2 ടൈപ്പായിട്ടുള്ള കാർബ്സുകളുണ്ട്. അതിനാണ് ഒന്ന് സിമ്പിൾ കാർബ്സ് എന്നും പറയും, മറ്റൊന്ന് കോംപ്ലക്സ് കാർബ്സ് എന്നും പറയും. ഇതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാർബ്സുകളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അതിൽ ഏതൊക്കെ പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന വൈറ്റ് ആയിട്ടുള്ള റൈസ്, വൈറ്റ് ബ്രെഡ്, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഷുഗർ ഐറ്റംസുകൾ, ഇപ്പോൾ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് സിമ്പിൾ കാർബ്സിൽ പെടുന്നത്. ഇതിൽ നമുക്ക് എടുക്കാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് കാർബ്സുകളാണ്. അതായത് വാൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മൾട്ടിഗ്രെയിൻസ്, ഇതെല്ലാം നമുക്ക് കോംപ്ലക്സ് കാർബ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കാർബ്സ് ഒഴിവാക്കുകയല്ല വേണ്ടത്, എടുക്കുന്ന കാർബ്സിനെ എങ്ങനെ എടുക്കണം, കോംപ്ലക്സ് കാർബ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് വേണം ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഡയറ്റ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ പ്ലാനിലേക്ക് വരുള്ളൂ. കാരണം നമ്മുടെ ബോഡിയുടെ ഇൻസ്റ്റന്റ് എനർജി എന്ന് പറയുന്നത് നമുക്ക് കാർബ്സ് ആണ്. അതായത് നമുക്കൊരു പെട്ടെന്ന് ഒരു സഡൻലി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബ്സിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിൽ ഫ്യൂവൽ എന്തിനാണോ എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് കാർബ്സ്. അതുകൊണ്ട് അത് കട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഡയറ്റ് എടുക്കരുത്. കാർബ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സിമ്പിൾ കാർബ്സുകൾ ഒഴിവാക്കിയിട്ട് കോംപ്ലക്സ് കാർബ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക.